അല്ല ആരേ ബോസ്? ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെയും പബ്ബിൻ്റെയും ഒക്കെ ഓണറാണ്. ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. കുറേ ഇല്ലീഗൽ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് അയാൾ. അവിടെ മാനേജർ ക്യാബിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടു പിടിച്ചേക്കിട്ടാ. അല്ല അതിനകത്ത് നിധി വല്ലോ ആണോ? അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ, ബാങ്കാ? ലോക്കറൊക്കെ. ലോക്കറാ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ളൊരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ? നിന്റെ ഊഹം ശരി. ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള ലൈറ്റ് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കോറിഡോർ പോലുള്ള സെറ്റപ്പാണ് അത്. എന്നാലും നീ ഇത്ര സെറ്റപ്പ് ബാറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഊള സെറ്റപ്പിൽ കൊണ്ടുവന്ന് അത്ര രസകരമായില്ല. വെരി ബാഡ് പെർഫോമൻസ്. നിനക്ക് അവളെ വായി നോക്കാനല്ലേ? എടാ ഒരു ദർശന സുഖം. അവിടെ 250 രൂപ കൊടുത്ത് മേടിക്കണം സാധനം ഇവിടെ 50 രൂപ കിട്ടും. പിന്നെ എന്തിനാ വെറുതെ കാശ് കളയണേ? ചാത്തൻ സാധനമാണത്. ഏയ് സെയിം സാധനമാണ്. അതെ ഇന്ന് എനിക്ക് നൈറ്റാണ്, ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ പോ. ഓ ശരി ശരി. പൈസ കൊടുത്തേക്കണേ. ഓ ശല്യം തന്നെ കേട്ടാ. നമുക്ക് ഓരോ പേരോട് പറയാല്ലേ. മിണ്ടായിരുന്നോണം. ആകെയുള്ള കാശും കൂടി തീർന്ന് ഞാൻ പണി പാടും. എന്റെ അരഞ്ഞാണം മറ്റേ കാശല്ലേ എനിക്ക് കുടിക്കണം. ആ കാശിന് കുറച്ച് വിഷം കൂടെ വാങ്ങിക്കോ. അവന്റെ അരഞ്ഞാണം, അവന്റെ ഗിറ്റാർ, നമ്മുടെ ക്ലോസറ്റ്, ബാപ്റ്റിസ്റ്റിന് തല. അണ്ണാ ഒരു ബിയർ. എന്നെയാണ് കുണ്ടനല്ല, ഓമനക്കുട്ടൻ. ഓമനക്കുണ്ടൻ അല്ല, ഓമനക്കുട്ടൻ. കട്ടൻ ചായയുടെ ടാ. കുണ്ടൻ ഞാൻ ഫിക്സ് ആയിട്ട് നീ ഫിക്സ് ആയിക്കോ. Cheers. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, വിളിച്ചോട്ടെ. വാടാ. ஒரு ஆம்பளை ஒரு பொம்பளை கூட சேரும்போது செக்ஸ் இல்லைன்னா கிக் கிடையாது. அதே மாதிரி ஒரு ஆம்பளை இன்னொரு ஆம்பளை கூட சேரும்போது சரக்கு இல்லைன்னா അത് കറക്റ്റ് അല്ലേ? ഒരുപാട് താമസിച്ചു, നമുക്ക് പോവാം. ഒന്ന് മിണ്ടാണ്ടിയടാ, ഇപ്പഴല്ലേ വന്നത്. അയാലും കാത്തിരിക്കണ്ട, കുടിക്കാൻ നോക്ക്. அப்புறம் நீங்கள் யாரும் லவ் பண்ணலையா? ദിവനും ലവ് പண்றேன். ഇവൻ അങ്ങനെയൊന്നുമില്ല, ആരെ കണ്ടാലും ലവ് പண்றேன் അല്ലേ? உனக்கு ஏன்? എനിക്ക് ഈ പൊമ്പളകള എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. എനിക്ക് അവരുടെ പെർഫ്യൂമിനാണ് അതിനെല്ലാം വിശ്വാസം. Cheers. Cheers. ஆனால் எனக்கும் அப்படிதான். எனக்கு பிடிச்ச ஒரு பொம்பளை வாசனை மேகனா மட்டும்தான். മേഘ്ന ക്ലബ് മാനേജറോ? ஆமாம், அவளே தான். അതൊക്കെ ശരി. പക്ഷെ ഈ സ്വന്തം ഗേൾഫ്രണ്ടിനെ ക്ലബിലൊക്കെ പണിയെടുക്കാൻ പറ്റുന്നത് ഭയങ്കര മോശമായി പോയി. വെരി ബാഡ് പെർഫോമൻസ്. நானா விட்டேன், அவ என்னோட முன்னாள் காதலி. ഓ 3 നാള്? യു മീൻ 3 days? പഴയത് ஓமன குண்டா, ഓമനക്കുട്ടൻ. அவ என்னோட எக்ஸ் லவ். അത്ര വലിയ കാമുകയാണെങ്കിൽ പിന്നെ ഈ ഒളിച്ചും പാത്തുള്ള പരിപാടിയൊക്കെ വിളിച്ചോണ്ട് പോകൂടെ? அது ஒரு பெரிய கதை. நான் பணத்து மேலே இருந்த ஆசையில் நிறைய தப்பான வழி போயிருந்தேன். அதில் நான் பெருசாக மிஸ் பண்ணது மேகனாவை மட்டும்தான். எப்படியாவது மேகனாவை இங்கேருந்து கூட்டு போகணும். അത്ര എളുപ്പത്തിൽ അവളെ കൂട്ടിയിട്ട് പോകാന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പോയി. எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு, பட் எப்படியாவது கூட்டு போகணும். உங்களை பார்த்தா ரொம்ப நல்லவங்கமா தெரிஞ்சிச்சு, அதான் உங்ககிட்ட சொன்னேன். உன்னை பார்த்தா ரொம்ப நல்லவமா தெரிஞ்சிச்சு. நீங்க தான் ஹெல்ப் பண்ணணும்.
എടാ ഓമനക്കുട്ടാ, നീ പിന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓടിപ്പോ ഉണ്ടായിരുന്നല്ലോ അയാളുടെ കൈ പിടിക്കാനായിട്ട്. അത് അയാൾ എന്നെ കണ്ടിട്ട് ഉന്നപ്പാത്ത നല്ല ആള് മാതിരി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ. എൻ്റെ ഓമനക്കുട്ട, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഏണിയായിരിക്കാറണ്ട. എടാ അല്ലെങ്കിലും എങ്ങനെ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേ. അയാൾക്ക് വേണ്ടത് നമ്മുടെ ഹെൽപ്പൊന്നുമല്ല, പിന്നെ ഉമ്മൻ വഴി അയാൾക്ക് അവിടെ കയറണം, മേഘനെ മുട്ടണം, അതന്നെ. എടാ, ഉമ്മൻ പറഞ്ഞത് വെച്ച് മേഘനയ്ക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അതിന് പുറത്തേക്കൊന്നും അവന്മാർ വിടാൻ പോകുന്നില്ല. അതെ, അവിടെ നിന്ന് ഒരു വലിയ കാട്ട ഏണിയും ചുമന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോന്നേ. ഇനി ഇവിടെ നിന്നും ചാരണോ ഏണി. നമ്മൾ ഇതോടെ അയാളുടെ കമ്പനി വിടുന്നു, അത്രേ ഉള്ളൂ. ஏதோ ஒன்றை கண்டு எங்கும் காதல் கொண்டு எங்கு தேடி சென்று இங்கே வாழ்கிறோம். தாகங்களும் மேகங்களை இணைத்திட வானங்களும் பாதைகளை கலைத்திட எங்கோ எங்கோ போகின்றோம். காற்றின் திசையாடிடும் மரமென வாழும் விதி தீராதா. கேட்டே நாம் வாங்கிய வரமென நாட்கள் இனி மாறாதா. விடியலின் கதவுகள் ഹായ്. அவசியம் இருக்குமே. ഗ്ലാസ്. என்னங்கடா பார்த்து பார்க்காத மாதிரி போறீங்க? மாட்டி விட்டுறேன் பயமா. അപ്പടിയൊന്നും ഇല്ല. நேத்தி நைட்டு ஏதோ போதையில் பேசுனது. குடிக்கலன்னு விட்டுற வேண்டியதானே? എന്തായിരുന്നു? എന്തെങ്കിലും പറ്റിയാ? എവിടെ പോലും പണ്ടാ. இந்த வண்டியில் ஏன்டா நீங்க? ഞങ്ങൾ ഓടിയപ്പോ പെട്ടെന്ന് വണ്ടി. മാനേജർ കുട്ടി, ദേ കുട്ടി കിടക്കണ നമ്മുടെ മാനേജർ. அந்த கேப்ல தூக்கிட்டேன். ഇത് പ്രശ്നമാവട്ടോ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്തോ കിഡ്നാപ്പിങ്ങാ. எல்லாம் பேசுறதுக்கு எங்கடா டைம்? அப்புறம் பேசிக்கலாம். ടൈമില്ല. എടാ ഉമ്മൻ, ഇവിടെ നമ്മളും പെട്ടോലെ ഉണ്ടോ? പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അവനെ മാറ്റണം, നമുക്കിവിടെ ഇറങ്ങാം. ഇത് പ്രശ്നമാവട്ടാ. മതി മതി, നിർത്ത് നിർത്ത്, ഇവിടെ നിർത്ത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓക്കെ, താങ്ക്സ്. ആ കുട്ടിയുടെ ആ പെണ്ണിന്റെ ഇതിനിടയിലാ. എടാ സണ്ണി, ഇതുവരെ ആയില്ലേ? അവന്മാരൊക്കെ എത്തിക്കഴിഞ്ഞാ പണി പാളൂട്ടാ. എന്തായി, കിട്ടിയാ? കിട്ടുന്നില്ലടാ. ട്രൈ നോക്ക്, കിട്ടും. ഇത് എവിടെ പോയി കിടക്കണം? ഇത് അവന്മാരല്ലേ? ഓടിക്കോട്ടാ. അവന്മാരെത്തിട്ടാ. ആണോ? അവന്മാരെത്തി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓടാൻ നിന്ന് ഈ ലോകം മുഴുവൻ ഓടേണ്ടി വരും. തിരിച്ചടിക്കണം. എന്താണ് ടീ ഇളക്കണേ? ഇതെങ്ങോട്ട് നീങ്ങാനാണ് ഇതിന്റെ ഇടയിൽ നിന്ന്? ഭയങ്കര ഡയലോഗായിരുന്നല്ലോ. പിന്നെ ഗണ്ണ് വെട്ടിക്കണവന്മാരുടെ അടുത്തല്ലേ കൊമ്പും കുറുടിയൊക്കെ കേട്ടു. എന്റെ അണ്ണ, ആ തോക്ക് കൊഞ്ചം താഴെ ഇട്. ആരും ഓടല്ലേ. അണ്ണാ, തോക്ക് തല അറിയാമ പൊട്ടത് ബ്രെയിൻ. എടാ മിണ്ടാണ്ടിരിക്കടാ, ഉയിന്ന് വെച്ച് മിണ്ടരുന്നാണ്. പേടിക്കാറില്ല തോക്കിരിക്കണേ. ഉമ്മൻ പുറത്തില്ലേ? അവൻ നോക്കിക്കോളൂ.
ഇവന്മാരത് നമ്മളെ പിടിച്ചോണ്ട് ഈ സാധനം ഒന്ന് ഇട്ടോട്ട്. നീ എന്താ ഇവിടെ? സാറ് നേരെ ഉണ്ടായിരുന്നല്ലേ? എന്റെ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാരും എന്തിനാ ഈ തോക്കിനടിയിൽ അപ്പിടെ ഇരിക്കണോണ്ടിരിക്കണത്? ഇത് ശരിയാവൂല കേട്ടാ. டேய் ஓவரா சத்தம் போடா சுட்டுவேன் எதுவா இருந்தாலும் போஸ் கிட்ட பேசு ആരാടാ ഈ ബോസ്? എന്ത് ഡീലിനാ കറക്റ്റ് എന്ത് ഞാൻ സഹിക്കും. പക്ഷേ എനിക്കിട്ടങ്ങ് പണിതേച്ച് പോകാൻ മാത്രം കരുതണ്ട. ചേട്ടാ ഇവരൊക്കെ പാവങ്ങളാ, എല്ലാം ഞാൻ കാരണമാ. നിനക്കൊറ്റയ്ക്ക് മേഘന എന്റെ പമ്പിന്ന് പൊക്കാം. എന്റെ പമ്പിന്ന് കടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുകയും വേണ്ട. അതുകൊണ്ട് സത്യം എന്താന്ന് പറ, ആ പെണ്ണെവിടെ? അയ്യോ, ആ പെണ്ണീസായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. അനിയ പോണ്ടിച്ചേരി കാണാമെന്ന കണ്ടിട്ട് പോക്കണം, അല്ലാതെ പാസ് പിസ്റ്റിന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിക്കരുത്. വെറുതെ തടി കേടാക്കണ്ട കാര്യം പറ. ഞാൻ കൊട്ടാരത്തിന്റെ ഒരു കല്ലല്ലെങ്കിൽ താഴെ വീണാൽ അതിന്റെ ബാക്കി കെട്ടാൻ എനിക്ക് വേറെ കല്ല് വേണ്ട. ആദ്യം ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, പിന്നെ അവൻ അവളെ കൊണ്ടുപോയവൻ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം. പോവാം പോവാം. കൊട്ടാരം പെണ്ണ് എന്തിനാണ് എല്ലാവരും കൂടി കെട്ടിയെടുത്ത് എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്? ഉള്ള ജോലിയും പോയി. നീയല്ലേ ആദ്യം കെട്ടിയെടുത്ത് ഇവിടെ നിരുന്നത്? നീയൊക്കെ കാരണാടാ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വന്നേ. എന്താണ് ഇവനെന്തു പറ്റി? ഞാൻ നിങ്ങൾക്ക് അവിടെ വല്ല ഉപദ്രവം ചെയ്തോ? മര്യാദക്ക് ജീവിച്ചിരുന്നല്ലേ? വേറെ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? അതിനിടയിൽ ഇവനെയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആന്ധ്ര നീ ഇവനെ പറഞ്ഞു അല്ല ഞാൻ ഒന്ന് പറയണ്ട. എടാ, നീയൊക്കെ കാരണം എന്റെ ജീവിതം പോയി. എനിക്ക് മനസ്സിലാവണം എന്തേ പറഞ്ഞത്? വിട്ടോ ഇയാളറിയോ? ഇത് അമീറല്ലേ? ഗുഡ്. എത്ര നാളായിട്ട് അറിയാം? ഒരു 4-5 ദിവസമായിട്ട് അറിയാം. ഈസ് എ ക്രിമിനൽ. ആള് ക്രിമിനൽ ഒന്നുമല്ല, ഡീസന്റ് ആണ്, പക്ക ഡീസന്റ് ആണ്. എന്തോ മേഘനായിട്ട് എന്തോ ഒരു അഫെയറോ കുട്ടിക്കളിയോ എന്തോ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ എല്ലാ കഥയും അതുപോലെ അങ്ങ് വിശ്വസിച്ചല്ല. നിങ്ങളാരും കരുതുന്ന പോലെ ഒരു സാധാരണ ക്രിമിനൽ അല്ല അമീർ. അവൻ ഇവിടെ നിന്ന് മേഘനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്.
സംതിങ് റോങ്. ഷോ അയ്യോ സാറേ, അപ്പൊ അമീർ മേഘ്നനെ തട്ടിക്കൊണ്ടുപോയാ? അമീർ മേഘനെ കിഡ്നാപ്പ് ചെയ്തതിനും ബാപ്റ്റിസ്റ്റ് അവരെ ഫോളോ ചെയ്യുന്നതിനിടയിൽ എന്തോ കണക്ഷനുണ്ട്. സംതിങ് സ്ട്രേഞ്ച്. என் கூட எவன் விளையாடணும்னு நினச்சாலும் நான் அதோட பெருசாக விளையாண்டுருவேன். என்னோட பொருளை திருப்பி எடுக்கதான் நான் பேப்டிஸ்டோட பப்புக்கே வந்தேன். മാനേജർ കവിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഖലയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടുപിടിച്ചേ കേട്ടാ. மேகனா தான் பேப்டிஸ்டோட பெட். அவள் தான் இங்கே எல்லாம். அதை தெரிஞ்சுதான் அவள் பேரை யூஸ் பண்ணி இந்த பசங்களோட ஃப்ரெண்ட்ஷிப் பிடிச்சி. எப்படியாவது மேகனா இங்கே நீங்கள் தான் ஹெல்ப் பண்ணும். ஆனால் இந்த மொக்க பசங்கிட்ட பேசும்போதே தெரிஞ்சது இவங்களால எதுவுமே பண்ண முடியாதுன்னு. அப்போவும் நான் புதுசாக பிளான் போட்டுக்கிட்டு தான் இருந்தேன். ஆனால் நான் நினச்சதை விட ஈஸியாக ஒரு வழி அமைஞ்சது. லைஃப் லாங் இப்படி வேலை பார்த்து கஷ்டப்படுறதுக்கு ஒன் ஷாட் லைஃப்பில் செட்டில் ஆகிடலாம். எவ்வளோ கிடைக்கும்? கிடைக்கிறதில்ல பாதி, 50%. பொருளோட worth 4 crores. ஒருவேளை நான் மாட்டிக்கிட்டேன்னா? டோன்ட் வரி பேபி, பிளானும் என்னோடது, பொருளும் என்னோடது. நீ பக்கா சேஃப். இன்னைக்கு நைட் இங்கே பேப்டிஸ்ட் வரேன்னு சொன்னார். என்ன பேப்டிஸ்ட் அவ்வளோ பயமா? நீ பொருள் எடுத்துட்டு வந்தா சரி. அதை நான் எடுத்துக்கிறேன். நீங்க பார்லயே வெயிட் பண்ணுங்க. பட் ஒன் திங், வெளியே சிசிடிவி கேமரா இருக்கு. அதை நான் பார்த்துக்கிறேன். நீ சொன்ன வேலை மட்டும் செய். என்னாச்சு? எதுல தான் வச்சேன், இப்ப காணும். എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. എനിക്ക് അവരുടെ പെർഫ്യൂമിനാണ് അതിൻ്റെ വിശ്വാസം. ആ SP ഒരു പാവതാരണം നമ്മൾ വെറുതെ വിട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഈ ഗുണ്ടകളെക്കാൾ ഭേദം എൻ്റെ അച്ഛനും അമ്മയാ. ഛേ, അങ്ങനെ പറയല്ലേ, അച്ഛനും അമ്മയല്ലേ. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്റെ ബാഗ് എന്തിനാ എപ്പോഴും പാക്ക് ചെയ്ത് വെക്കുന്നതെന്ന്. ഓടാൻ എളുപ്പമുണ്ട്.
നീ ഈ കുപ്പിയും പാട്ടയും പെറുക്കി നിൽക്കണോ? റെഡി ആയിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. എടാ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തായാലും നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പോകുമ്പോ ഒരുമിച്ച് നോക്കിക്കൂടെ? അതെ, എൻ്റെ കാര്യം നോക്കണ്ട, ഞാൻ പോണ വഴിക്ക് അങ്ങനെ ഇറങ്ങാം. നിങ്ങൾ പോയി രക്ഷപ്പെടാൻ നോക്ക്. ഒന്നുകൂടെ നിർബന്ധിച്ചാ വരുമോ? ഇല്ല. ഓഹോ, അതെ ഡയലോഗ് അടിച്ച് കണ്ടിറങ്ങിക്കേ. പോയ ദേ, പോയ നീ ഒരു സ്ഥലത്തും പോ, പോ, പോ. വണ്ടി എടുത്ത്. ഇറങ്ങി ഇറങ്ങി ഇറക്ക്. ഇതെല്ലാം ഞാൻ പറയണം. ഇറങ്ങിക്കോ. ഓടിക്കോ. ഉമ്മ വേടാ. ഓടിക്കോ. എനിക്ക് ഓടാൻ വയ്യേ. അയ്യോ എങ്ങോട്ടോട്? അതിന്റെ കൂടെ പഠിച്ചാൽ മതി. അയ്യോ അയ്യോ ஏய் என்னால் தான் உங்களுக்கு தேவையில்லாத பிரச்சனை. என் கூட வாங்க, நான் சேஃபாக ட்ராப் பண்ணுறேன். ഹലോ, എനിക്കൊരു സേഫും വേണ്ട. എനിക്ക് എൻ്റെ ജീവിതം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം. ഞാൻ പോവാ. എടാ നമുക്ക് സേഫ് ആയിട്ട് എല്ലായിടത്തും പോവാ. എന്തിനാ വയ്യ ആർക്കും ഓടി? എന്തോരോ ഓടി. ഞാനിവിടെ മര്യാദക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാ. അതിനിടയില ഒരുത്തിനെയും വിളിച്ചോണ്ട് വന്നിട്ട്. ഉമ്മ ഡാ. ഓടാ. ഉമ്മടാ. ബാക്കി കൂടിയും വാങ്ങിച്ചു വിട്ട്. சரி பார்த்துக்குங்க, பக்கத்தில் ரயில்வே ஸ்டேஷன். ஆனால் காலையில் தான் வண்டி. திருப்பி அவங்க வந்தாங்கன்னா பார்த்து ഉമ്മ. உங்கள் இஷ்டம். അയ്യോ അയ്യോ വേണ്ട. ഡോർ ഇവിടെ. അയ്യോ വാ. கவலைப்படாதீங்க, இந்த இடம் யாராலையும் அவ்வளோ சீக்கிரமாக கண்டுபிடிக்க முடியாது. பயப்படாதீங்க, வாங்க. வாங்க வாங்க. மேகனா தெரியும்ல? ம். இன்னைக்கு நைட் நீங்கள் இங்கேயே ரெஸ்ட் எடுங்க, காலைல பார்த்துக்கலாம். மேகனா, மேல எல்லாம் ரெடி இல்லை? எல்லாம் ரெடி. நீங்க இல்லனா நாங்க ரெண்டு பேரும் மறுபடியும் சந்திச்சிருக்கவே மாட்டோம். எல்லாத்துக்கும் ரொம்ப தேங்க்ஸ். ஓகே, நீங்கள் மேலே போய் படுங்க. ம். എന്തിനാണ് ഇങ്ങനെ നോക്കണേ? നാണയില്ലേ? എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടാ. കേറി ഉണ്ടാക്കി തരാം. അവിടെ ഉറങ്ങടക്കി. മീശം തിരുമ്മി കിടന്നു. അയ്യോ ഇതിന്റെ സാധനമൊന്നുമില്ലല്ലോ. എന്ത്? ഇതിന്റെ മറ്റേ സുൻസുനാപ്പി. പിന്നെ പോരാ പറഞ്ഞ കിട പെണ്ണല്ലേ കൂട്ടിയിട്ടൊക്കെ കിടക്കാൻ. ഒന്ന് കിടക്കണേ. എനിക്ക് പെർഫ്യൂം എടുക്കലെന്ന് പറഞ്ഞിട്ടില്ലേ?
അടിക്കൂടോ സണ്ണിടാ തന്റെ തലയുടെ മൊട്ട തല തലയിലടിക്കരുത്. என்ன சத்தம் இங்க ഞാൻ ഇവന്റെ ഇതും perfume എടുത്തു. ഒന്നുമില്ല. ഒന്നുമില്ല நம்ம இங்க தங்கியிருக்க விஷயம் யாருக்குமே தெரியாது அமைதியா இருங்க എടോ, തന്നെ മനസ്സിലായി. എടോ, തന്റെ മൊട്ട എടുത്ത് പൊട്ടിക്കടോ തന്റെ തല. എടാ എന്റെ ഫെറാരി എവിടെ? എടോ എന്റെ ഫെറാരി എവിടെയെന്ന്? എന്താടാ എടോ താൻ എന്റെ ഫെറാരി എടുത്തായിരുന്നു. ഏത് ഫെറാറി? ഇന്നലെ എന്റെ പെർഫ്യൂം. എടോ എന്റെ പെർഫ്യൂം എവിടെ? താൻ എടുത്തടിച്ച പെർഫ്യൂം എവിടെ? ഞാൻ എടുത്തിട്ടില്ല ഒന്നും. എനിക്ക് വേണ്ട നിന്റെ പെർഫ്യൂം. എന്താ ഇവിടുത്തെ പ്രശ്നം? ചുമ്മാ അവന്റെ പെർഫ്യൂം. എന്ത്? ഇത് കണ്ട, ഇത് മേഘനയുടെ പെർഫ്യൂം. ഇത് ഇന്നലെ എടുത്ത് ഇവൻ അടിക്കാൻ കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ മേളിൽ കൊണ്ട് ഇന്നലെ വെച്ചത്. എടാ എന്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലത്തെ മീരയുടെ പെർഫ്യൂം ഇവന്റെ കയ്യിലുണ്ട്. ആരുടെ? മീരയുടെ പെർഫ്യൂം എടാ, ഇവന്റെ എന്റെ കയ്യിലാ. കയ്യിലാ. ഞാൻ എടുത്തിട്ടില്ല പെർഫ്യൂം. എനിക്ക് വേണ്ട നിന്റെ പെർഫ്യൂം. കേട്ടാ, ഞാൻ എടുത്തെങ്കിൽ എടുത്തു പറയും. ഇവൻ അങ്ങനെ പറയണെങ്കിൽ ഇവൻ എടുത്തിട്ടുണ്ടാവും. തുളസിയുടെ മോള് മീരയുടെ കാര്യമാണ് നീ പറയുന്നത്? ആ മീരയുടെ കാര്യം തന്നെ ഞാൻ പറയണത്. എടാ പന്ന വടുക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പറമ്പിൽ കയറി കൃഷി ഇറക്കരുത്. മതി, നിർത്തിക്കോ. ഇനി നിനക്ക് നിന്റെ കൃഷി, എനിക്ക് എന്റെ കൃഷി. നീ എന്താടാ കൃഷി എന്നൊക്കെ പറയണത്? എന്തോ പ്രശ്നമുണ്ട്. ആ പെണ്ണിനെ അയാൾ ഇവിടെ കാണാനില്ല. ഞാനിവിടെ മൊത്തം തപ്പി നോക്കി. പെണ്ണോട് ചക്രനൊക്കെ പോകാൻ പറഞ്ഞത്. ഇത് കണ്ട, ഇതുപോലത്തെ ഒരു പെർഫ്യൂം എന്റെ ഉണ്ടായിരുന്നു. അത് ഇവനെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്ന് വേഗം ഇറങ്ങുമല്ലേ വെണ്ടി. சாப்பாடு வாங்க போயிருந்தேன். சாப்பிடுங்க, அமுச்சு விடுறேன். രാവിലെ ഇറങ്ങണമെന്ന് சீக்கிரம் சாப்பிடுங்க, டைம் இல்லை. ഞങ്ങൾക്ക് കഴിക്കണമെന്ന് കഴിച്ചിട്ട് പോവാ. താങ്ക് യു. വേണം, വേണം, വേണം. உங்களுக்கு നീ ഭയങ്കര തീറ്റയാണല്ലോ. എന്തു പറ്റി? എന്ത് சாப்பிடுங்க പറ്റിടാ? வந்துடுறேன்